നമസ്കാരം. ഹമാസിന്റെ ലക്ഷ്യം എന്ത്? ഇതിനുള്ള ഉത്തരം ഒറ്റയടിക്ക് പറയണമെന്നാണെങ്കിൽ ഒന്നേ ഉള്ളൂ: ക്രിസ്ത്യൻ മതവിശ്വാസികളും യഹൂദരും ഇല്ലാത്ത ലോകം. ഇതിന് എതിർവാദങ്ങളൊന്നും എന്തായാലും വേണ്ട. കാരണം ഹമാസിന്റെ ഒരു തലവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം മുഴുവൻ തങ്ങളുടെ കാൽക്കീഴിലാക്കലാണ് അവരുടെ പരമപ്രധാന ലക്ഷ്യമെന്ന്. അതായത് ഇസ്രയേൽ തങ്ങളുടെ ആദ്യ ലക്ഷ്യം മാത്രമാണെന്നും ലോകം മുഴുവൻ തങ്ങളുടെ നിയമത്തിന് കീഴിൽ വരുമെന്നാണ് ഹമാസ് കമാൻഡർ മഹ്മൂദ് അൽ സഹർ മുഴക്കിയ ഭീഷണി. ഇതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ദീപിക പ്രസിദ്ധീകരിച്ച അവരുടെ മുഖപ്രസംഗത്തിന്റെ ഒരു ഭാഗം ഒന്ന് പരിശോധിക്കാം. ഹമാസിന്റെ ലക്ഷ്യം ക്രിസ്ത്യാനികളും യഹൂദരും ഇല്ലാത്ത ലോകമാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടും നമ്മുടെ ബുദ്ധിജീവികൾക്കും മാധ്യമങ്ങൾക്കും അവർ തീവ്രവാദികളല്ല. ഇസ്ലാമിക് സ്റ്റേറ്റ്, ബോക്കോ ഹറാം, താലിബാൻ, അൽ ഖ്വയ്ദ, അൽ നുസ്ര ഫ്രണ്ട്, അൽ ഷബാബ് തുടങ്ങിയ ഭീകര പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ നെഞ്ചേറ്റി നടക്കുന്ന നിരവധി പേർ നമ്മുടെ കേരളത്തിലുണ്ട്. അറിഞ്ഞോ അറിയാതെയോ കെണിയിൽ വീണോ അവരുടെ നിയമങ്ങൾ ഏറ്റുപിടിക്കുന്നവർ ലോകത്ത് ഇസ്ലാമോഫോബിയ ഇല്ലെന്ന് തർക്കിച്ച് ആടിനെ പട്ടിയാക്കുകയാണ്. ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ മലയാളിയോ തമിഴനോ ആരുമാകട്ടെ, യുദ്ധങ്ങളെയും കലാപങ്ങളെയും ആക്രമണങ്ങളെയും കൊലപാതകങ്ങളെയും മതത്തിന്റെ കണ്ണാടിയിലൂടെ നോക്കിക്കാണുകയും മനുഷ്യാവകാശങ്ങളെ ചിലർക്ക് മാത്രമായി തീരെഴുതി കൊടുക്കുകയും ചെയ്യുന്നവരോടാണ് പറയാനുള്ളത്: ഇരകളെ മതം നോക്കി പിന്തുണയ്ക്കുന്ന നിങ്ങളുടെ സംശയകരമായ പ്രസംഗങ്ങളും ചർച്ചകളും പ്രവർത്തികളും ലോകത്ത് ഒരു മാറ്റവും ഉണ്ടാക്കില്ല. വർഗീയതയെയോ തീവ്രവാദത്തെയോ നിങ്ങൾക്ക് തൊടാനുമാവില്ല. മനുഷ്യവംശത്തിന്റെ പൊതുനന്മയ്ക്ക് ഒരു സംഭാവനയും ചെയ്യാനാകാത്ത നിങ്ങളുടെ ആത്മരതി സമാനമായ അവകാശവാദങ്ങളിലെ ഇരട്ടത്താപ്പുകൾ ഒരു നാൾ ലോകം തിരിച്ചറിയും. വർഗീയതയ്ക്ക് തീവ്രവാദ വളമിട്ട ഈ പിഴവിന് നാട് ഇനിയും വില കൊടുക്കേണ്ടി വരും. എത്ര കൃത്യമായാണ് ഇവർ അത് അക്കമിട്ട് പറയുന്നത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഒരു പക്ഷം മാത്രമേ പിടിക്കുകയുള്ളൂ. എങ്കിലേ അവരുടെ പാർട്ടിക്ക് ന്യൂനപക്ഷ വോട്ട് വീഴുകയുള്ളൂ. അല്ലാതെ എവിടെയോ കിടക്കുന്ന ഹമാസിനെ ഇവിടെയൊന്ന് പിന്തുണച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ്? ഇതാണ് അവരുടെ അജണ്ട. എന്നാൽ ഒന്നോർമ്മിപ്പിക്കാം: മാനുഷികപരമായി ചിന്തിക്കുമ്പോൾ, ചോരയും നീരുമുള്ള ഒരു മനുഷ്യനെ ചിന്തിക്കുമ്പോൾ ചിലർ മറന്ന ഒരു തലക്കെട്ട് ഞാൻ ഒന്നോർമ്മിപ്പിക്കാം. ഹമാസിന്റെ ബന്ദികളായി തുടരുന്ന ഒരു പറ്റം മനുഷ്യർ. ഇന്നും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന, സമാധാനത്തിന് വേണ്ടി ദാഹിക്കുന്ന അവരെ പലരും മറന്നു കഴിഞ്ഞു. ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിന് പിന്നാലെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയവരെ കുറിച്ചാണ് ഈ പറയുന്നത്. ഓരോ തവണ ഇസ്രയേൽ ഗാസയിലെ ഓരോ വീട് ആക്രമിക്കുമ്പോഴും ഒരു ബന്ദിയാണ് കൊല്ലപ്പെടുന്നതെന്നാണ് ഹമാസ് എന്ന് അറിയിച്ചത്. ഗാസയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്ന ഇവരിൽ കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടുന്നുണ്ട്. വർഗീയ വിഷത്താൽ വമിക്കുന്ന അവരുടെ ക്രൂരതകൾ അനുഭവിച്ച് കഷ്ടപ്പെടുന്ന ആ മനുഷ്യന്മാരെ മാത്രം ആരും കാണുന്നില്ല. അവരുടെ കണ്ണുകളെല്ലാം ഹമാസിന്റെ പക്ഷത്തേക്കാണ്. എത്രയൊക്കെ പുരോഗമനവാദം ഉയർത്തിയാലും അവരൊക്കെ തന്നെയും വർഗീയവാദികൾ ആണെന്നതിൽ തർക്കമില്ല. അല്ലെങ്കിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ട് അതിനൊത്തു തുള്ളുന്ന കോമാളികൾ. അല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാനാണ്? ഇത് തന്നെയായാലും ബന്ദികളാക്കപ്പെട്ട ആ നിസ്സഹായർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഞാനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു: നിങ്ങളുടെ കണ്ണുകൾ എവിടെയായിരുന്നു?